Hello, welcome to market discussion of the day. Today, May 30th, 2025, Friday ആണ്, വീക്കെൻഡ് ആണ്, മന്ത് എൻഡ് ആണ്. സോ അതുകൊണ്ടിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ദിവസം കൂടെയാണ്. കാരണം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വളരെയധികം പോസിബിലിറ്റി ഉള്ളൊരു ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയൊരു ബാച്ച് നാളെ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ദിവസത്തെ കോഴ്സായിരിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം ഇപ്പം മാർക്കറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ 4 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ നമ്മൾ അക്കൗണ്ട് തുറന്ന് നിങ്ങൾ എല്ലാ ദിവസവും ലൈവ് മാർക്കറ്റ് ഡിസ്കഷൻ പോലത്തുള്ള പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള സെഷൻ ജൂലൈ 1 പെയ്ഡ് സെഷനും നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ഇന്നലെ നമുക്ക് GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു US നിന്ന്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറി നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പം GDP അനൗൺസ്മെൻറ്റ് ഇന്നലെ വന്നപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് GDP വന്നപ്പോൾ ഫോർകാസ്റ്റ് -0.3% ആയിരുന്നു. പ്രീവിയസ് -0.3% ആയിരുന്നു. ഇന്നലെ വന്നപ്പോൾ -0.2% ആണ്. ഓക്കെ, സോ ബേസിക്കലി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാട്ടിലും 0.1% എന്താ പറയുക നല്ല രീതിയിലാണ് വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ബേസിക്കലി ന്യൂസ് നെഗറ്റീവാണ്. -2% GDP വരിക എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. പക്ഷേ ഫോർകാസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ന്യൂസാണ്. അതുകൊണ്ടിട്ട് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ GDP ഇന്നലെ കടന്നു പോയി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. നേരെ അതിനുശേഷം നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ടായിരുന്നു. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം നമുക്ക് ഇന്നലെ ന്യൂസ് വന്നപ്പോൾ എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നപ്പോൾ 240K ആണ് നമുക്ക് വന്നത്. ഓക്കെ, സോ ഫോർകാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 226K ആയിരുന്നു. ആക്ച്വലി വന്നപ്പോൾ 240K വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് ന്യൂസാണ്. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് ന്യൂസാണ്. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ 240K ആൾക്കാർ ജോബ്ലെസ് ക്ലെയിമിന് വേണ്ടിയിട്ട് പോയി. അത് ജോബ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടിട്ട് തന്നെ ജോബ്ലെസ് ക്ലെയിമിന് വേണ്ടിയിട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അത് US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവാണ്. ഓക്കെ, അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമുക്ക് റീറ്റെയിൽ സെയിൽസ് ഉണ്ടായിരുന്നു. ജപ്പാനിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ റീറ്റെയിൽ സെയിൽസ് ആക്ച്വലി നല്ല രീതിയിലാണ് വന്നത്. പ്രീവിയസ് വെച്ച് നോക്കുമ്പോൾ -1.2% ആയിരുന്നു. റീറ്റെയിൽ സെയിൽസ് വന്നപ്പോൾ 0.5% റീറ്റെയിൽ സെയിൽസ് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ മാർക്കറ്റിലും നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 144.08 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ JPY ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇന്ന് നമ്മളുടെ മാർക്കറ്റ് ഏഷ്യ മാർക്കറ്റ് ഓപ്പൺ ആയത് 144 താഴെയായിട്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയത് 144 താഴെയായിരുന്നു. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ രണ്ട് മാർക്കറ്റ് കണ്ടീഷൻ 140 താഴെ വന്നു എന്നും പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് സെല്ലെടുക്കാനും പറ്റില്ല. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് വെയിറ്റ് ചെയ്യുക. 142 കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. 142 കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാം JPYയെ സംബന്ധിച്ചിടത്തോളം.
ഇതാണ് എനിക്ക് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ JPY നമുക്ക് വേറെ എന്താ പറയുക, തൽക്കാലത്തേക്ക് വെയിറ്റ് ചെയ്യുക, തിങ്കളാഴ്ചത്തെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ 142 കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.13324 എന്ന് പറയുന്ന റേഞ്ചിലാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല യൂറോയിൽ. 1.1100 അല്ലെങ്കിൽ 1.100 കിട്ടുമ്പോൾ ബൈ ചെയ്യാം എന്നുള്ളൊരൊറ്റ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ കമൻസ് ഒന്നും തന്നെ യൂറോയിൽ പറയാനായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, GBP. അപ്പോൾ ഈ പറയുന്ന യൂറോയിൽ നമ്മൾ നേരത്തെ പറയുന്ന ഈ 1.100 എന്ന് പറയുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അടുത്ത മാസം ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കിട്ടിയാൽ അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഓക്കെ, നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ, GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.3457 ഓക്കെ, GBPയിൽ നല്ലൊരു സെൽ എൻട്രി ഉണ്ടായിരുന്നു രാവിലെ. കാരണം ഇന്നലെ ക്ലോസ് ആയത് 1.3500 താഴെ ആയതുകൊണ്ടിട്ട് അവിടുന്ന് ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1.34564 ആയി മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിൽ 1.3400 അടുത്ത് മാർക്കറ്റ് കിട്ടുമ്പോൾ അത് ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതുമാണ്. അതാണ് നമുക്ക് എന്തിനകത്ത്, നമ്മുടെ GBPക്കകത്ത് പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി. ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, മാർക്കറ്റ് തിങ്കളാഴ്ച രാവിലെ 1.3400 അടുത്തൊക്കെ കിട്ടിയാൽ, അതിൻ്റെ മുകളിലാണെങ്കിൽ അവിടുന്ന് ചെറിയൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നേരെ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3293 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഫുള്ളി കൺഫ്യൂസിങ് മാർക്കറ്റാണ് ആക്ച്വലി ഇന്ന്. മാർക്കറ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തൊട്ട് മാർക്കറ്റ് 3320 ആ റേഞ്ചിൽ നിന്ന് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. 3293 ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ യൂറോപ്പ് ഓപ്പണിങ്ങിന് മാർക്കറ്റ് എവിടെയായിരുന്നു? 3303. ഓക്കെ, കഴിഞ്ഞ ക്യാൻഡിൽ 3301. ഇത് രണ്ടും 3300 മുകളിലായിരുന്നു. എന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് താഴോട്ട് വന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. ടെക്നിക്കലി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വേണമെങ്കിൽ 3290 എന്ന് പറയുന്നൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ അവിടുന്ന് നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. 3290 അടുത്ത് നിന്നൊരു ബൈ. ഓക്കെ, 3280 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു റിസ്കി ഫാക്ടർ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസത്തെ എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. സെല്ലിലോട്ട് തിരിയാതിരിക്കുക, സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ. ക്ലാസ്സിൻ്റെ കാര്യം ഓർത്തിരിക്കുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യണം. മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.